ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോട്ടിൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ എടുക്കുന്നുണ്ട്. ഇത് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ അത് കുറച്ച്. പിന്നെ വൈറ്റ് ഗ്ലൂ ആണ്. വൈറ്റ് ഗ്ലൂ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു പ്രൈമർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജിസ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങണം. ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുരണ്ടിയാലൊന്നും പോകത്തില്ല, നല്ല സ്ട്രോങ് ആണ്. പിന്നെ പെയിൻറ്റിൻ്റെ സ്ട്രോക്സ് ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ അടുത്തൊരു കോട്ട് അടിക്കുമ്പോൾ അത് സെറ്റായി കിട്ടും. അടുത്ത കോട്ടിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ബോട്ടിലായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഉണക്കിയെടുക്കും. വൈറ്റ് കളറ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. ബേസ് കോട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്രീൻ കളറാണ്. അതൊരു വൈറ്റിലോട്ട് മിക്സ് ചെയ്ത് കുറച്ച് ലൈറ്റായിട്ട് അടിക്കാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് ഡാർക്കായിപ്പോയി. നിങ്ങൾ അടിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളേഴ്സൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ വൈറ്റ് മിക്സ് ചെയ്ത് ലൈറ്റാക്കി ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ബോട്ടിലോട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഉണക്കിയെടുക്കണം. എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ ലൈറ്റ് കളേഴ്സൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു ബോട്ടിലോട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടാവുക. പിന്നെ പെയിൻ്റൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു കോട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് റെഡും ഒന്ന് യെല്ലോയും. റെഡ് ഞാൻ കുറച്ച് വൈറ്റ് ആക്കിയിട്ടൊരു റോസ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കളേഴ്സ് യൂസ് ചെയ്യാം. എവിടെയും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ള ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ ഈ 2 കളേഴ്സിലോട്ടും വൈറ്റ് ചേർത്തിട്ട് ലൈറ്റാക്കി എടുക്കുവാണ്. അങ്ങനെ ഞാൻ 2ഉം ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ട് അതിലോട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ യെല്ലോ ആണ് എടുക്കുന്നത്. അത് 2-3 സ്ഥലത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ യെല്ലോ ഞാൻ ഓവൽ ഷേപ്പിൽ 2-3 സ്ഥലത്ത് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് പിങ്കും ചെയ്തെടുക്കണം. പിങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ എടുത്ത റെഡ് ലൈറ്റാക്കി എടുത്തത്. അപ്പോൾ അതും നമുക്കിതുപോലെ ഓവൽ ഷേപ്പ് അതിനോട് അടുപ്പിച്ച് നമുക്ക് വരച്ച് കൊടുക്കണം. അങ്ങനെ ഓവൽ ഷേപ്പ് വരയ്ക്കലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ഏറ്റവും ചെറിയൊരു ബ്രഷ് എടുക്കുക. ചെറിയ ബ്രഷ് എന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ നീളമല്ല, അതിൻ്റെ ഒരു പോയിൻ്റാണ് കേട്ടോ. എൻ്റെ ബ്രഷ് പോയിൻ്റായിട്ടുള്ള ബ്രഷിൻ്റെ നീളവും കുറവാണ് കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബഞ്ച് ഓഫ് ലീവ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ ഈ ലീഫ് ബഞ്ച് വരയ്ക്കുന്നത് ബ്ലാക്ക് കളർ തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്രൗൺ ഇതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ലീഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം സ്റ്റെമ്മ് വരയ്ക്കുക, എന്നിട്ട് പിന്നെ ലീഫിൻ്റെ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാ ലീവ്സും ഒരേ സൈസിലുള്ളതായിരിക്കും. ആദ്യത്തെ ഇച്ചിരി വലുത് പിന്നെ ചെറുത് അങ്ങനൊന്നും എടുക്കണ്ട, എല്ലാം ഒരേ സൈസിലുള്ളത് എടുക്കുക. പിന്നെ ഈ ലീഫിൻ്റെ ടിപ്പിലായിട്ട് ഒരിത്തിരി നീട്ടിയിട്ട് വരച്ച് കൊടുക്കുക. അപ്പം ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും.
പിന്നെ ഞാൻ നേരത്തെ വരച്ചത് അത്ര നീട്ടിയിട്ടൊന്നും വരച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നല്ലതായിട്ടൊന്നും അല്ല വരച്ചത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നല്ലോണം നീട്ടിയിട്ട് നല്ലോണം ഷേപ്പാക്കിയിട്ട് നല്ലോണം വരച്ചു കൊടുക്കുവാണ്. അപ്പം ഞാൻ ഷേപ്പാക്കി വരച്ചപ്പോൾ ഇത് കണ്ടോ, നല്ലതായിട്ട് ലീഫ് നീണ്ടു പോയി 2 കൊമ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇതുപോലെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം അറിയാതെ തെറ്റും അതുപോലെ വരച്ചപ്പോൾ കുളമാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തൂക്കാനൊന്നും നിൽക്കരുത്. ഞാൻ ഇത് ഉണങ്ങിയിട്ട് എൻ്റെ പുറത്ത് ഏതാണോ ഉള്ളത് അത് ആ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ട് പിന്നെ അതും ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് വരച്ച് കൊടുത്താൽ മതി. ഞാനത്തെ കൊമ്പ് പോലെ വരച്ചതിന് സൈഡിലൂടെ വേറെ ഒരു കൊമ്പ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന യെല്ലോയും റോസും ഒക്കെ കൊണ്ട് ഫില്ല് ചെയ്ത് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കൈവച്ച് തുടയ്ക്കുക അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ അലമ്പാവും, പിന്നെ ഒരു കഷ്ണം കൊള്ളാതാവും. അപ്പം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞുള്ള ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഫ്രം ഹാജറ.